ഇടത്തരക്കാരനായിരിക്കുന്ന അവസ്ഥയിൽ ഉറപ്പായിട്ട് നമ്മൾ അറബി വായിക്കുന്നുണ്ടാവും. അറബി വായിക്കുന്നത് വലത്ത് നിന്ന് ഇടത്തേക്കാണ്. അതേപോലെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മെനുവിൽ വില നോക്കിയിട്ട് വേടിക്കും ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യുക മിക്കവാറും. സമ്പന്നതയുടെ വ്യത്യാസം എന്താണെന്നറിയോ? വലതുവശത്ത് നോക്കാതെ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാൻ സാധിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പല സ്ഥലത്തും തിരഞ്ഞെടുപ്പുകൾ വേണ്ടി വരുമ്പോൾ സമ്പന്നനായിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ കേൾക്കുമ്പോൾ ഒരു ഇടത്തരക്കാരനായി മാറാനുള്ള ടെക്നിക്കുകൾ ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. മറിച്ച് സമ്പന്നതയിലേക്ക്. സമ്പന്നത എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആളുകളുടെ മുഖം ചുളിയും. സമ്പന്നതയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലർക്കും സമ്പന്നത എന്ന് പറയുന്നത് അധാർമികതയുടെ ഒരു പദമായിട്ടാണ് മനസ്സിലേക്ക് വരിക. നോക്കൂ, നിങ്ങൾ ഇടത്തരക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കംഫർട്ടബിളായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാവില്ല. പക്ഷെ നിങ്ങൾ സമ്പന്നനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിരിക്കാനുള്ള സാധ്യതയും കൂടും. ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ആഴ്ച ഒരു അസൈൻമെൻറ്റ് തരികയാണ്. നിങ്ങൾ സമ്പന്നനായിരിക്കാൻ നീതീകരിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാവൂ. എന്തിനു വേണ്ടി നിങ്ങൾ സമ്പന്നനാവണം? എന്താണ് നിങ്ങളുടെ വൈ ഫാക്ടർ? എന്തിനു വേണ്ടിയിട്ട് ഞാൻ സമ്പന്നനാവണമെന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് ഒരു വരം ചോദിക്കാമെന്ന് വിചാരിക്കുക. ദൈവമേ, എനിക്ക് സമ്പന്നനാവണം. നിങ്ങളുടെ കൂടെ